അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് പെട്ടെന്നൊരു നൈറ്റ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ നാളെ ഇവിടെ വിഷു ആണല്ലോ. ഇവിടെ അല്ല, എല്ലായിടത്തും വിഷു ആണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ വിഷുവിന് അന്നാണ് ഇടുക എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. എന്നാലും വിഷുവിന് ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നാളെ വിഷു ആണ്. തലേ ദിവസമാണ് എൻ്റെ കമ്പനിയിൽ നിന്നും പറയുന്നത് നമുക്ക് നാളെ വിഷു ആയത് കാരണം കൊണ്ട് തന്നെ സെറ്റ് സാരി എടുത്ത് വരൽ നിർബന്ധമാണ്, എത്തനിക്ക് വെയർ വേണമെന്ന്. അപ്പം ഞങ്ങൾ ഓക്കെ എത്തനിക്ക് ചുരിദാറത് എടുത്ത് വന്നാലൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് റിസപ്ഷനിൽ നിൽക്കുന്ന ആൾക്കാർ എന്തായാലും സാരി എടുക്കണം എന്നുള്ളത്. ഞാൻ എന്തോ ചെയ്യാൻ ആ സാരി കൊടുത്തിട്ട് പോലും ഇല്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് സാരി സെറ്റാക്കി. അങ്ങനെ സാരി ഇത് കൊണ്ടു വന്നിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കിയിട്ടില്ല, ഒരു മിനിറ്റ് ഞാൻ തുറന്നു നോക്കട്ടെ. അപ്പോൾ ഇതാണ് സാരി. ഇത് കോട്ടൻ്റെ സാരിയാണ് തോന്നുന്നു കേട്ടോ. ഇതേപോലത്തെ സാരി എനിക്ക് വീട്ടിലുണ്ടായിരുന്നത്, ഐ റിമെമ്പർ. അപ്പോൾ ഈ സാരി നമുക്ക് ഇസ്തിരി ഇടണം. ഇസ്തിരി ഇടാൻ ഞാൻ അയൺ ബോക്സ് ഇതേപോലെ കടം മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാരി ഇസ്തിരി ഇട്ടിട്ട് സെറ്റാക്കി വെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. എന്നിട്ട് വേണം നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ സാരി എങ്ങനെ ഉടുക്കും, എങ്ങനെ ഞെറിവെടുക്കും, എങ്ങനെ ധാവണി ചുറ്റും, ധാവണിയോ അങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഒന്നും പറഞ്ഞാൽ ഒന്നും എൻ്റെ കയ്യിലല്ല നിൽക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഇതൊക്കെ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അത് എത്ര വലുപ്പമുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഞാനിത് ആദ്യം നിൻ്റെ മേത്ത് വെച്ച് നോക്കി നോക്കട്ടെ, എത്ര വലുപ്പമുണ്ടെന്ന് നമുക്ക് ഒന്ന് വെച്ച് നോക്കി നോക്കാം ആദ്യം. ഇത് ഞങ്ങളുടെ അടുത്തുള്ള അതേ സാരി, സെയിം ടു സെയിം സാരി. ഈ സെയിം ടു സെയിം സാരി ഉണ്ട് അമ്മൻ്റെ അടുത്ത്. ഞാനൊക്കെ അതാണ് ഓണത്തിന് ഉടുത്തിരുന്നേ. സെയിം സാരി, ഒരു വ്യത്യാസമില്ല. അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അത്യാവശ്യം നല്ല നീളമുണ്ട്. ഇത് ഞാൻ എങ്ങനെ എടുക്കും എന്നൊക്കെ ഒരു പിടുത്തമല്ല. ശിവഭഗവാമല്ലേ, അതെങ്ങനെ എടുക്കും? ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി ഇവിടെ ഇങ്ങനെ 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 എടുത്ത് ഇത്രയും ഭാഗം നമ്മൾ നടന്നാൽ മതിയായിരുന്നു. ഗൈസ്, നമ്മളെ സാരി സെറ്റാക്കുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാനൊക്കെ വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ കേട്ടോ. ഗൈസ്, അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ചായിട്ട് ജ്യൂസ് കുടിക്കൽ കുറച്ച് കൂടിയിരിക്കണം എനിക്ക്. വീണ്ടും അഗാരയുടെ ഗാലക്സി പോർട്ടബിൾ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോണത്. അപ്പം ഇനി കൂടുതൽ വർത്താനം പറയാതെ നേരെ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പം ഞാൻ ഇപ്രാവശ്യം ജ്യൂസ് മുന്തിരി മേടിച്ചിട്ട് അതേറ്റ് ജ്യൂസ് അടിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഞാൻ ഓരോ ദിവസം ഓരോ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സെയിം ജ്യൂസ് കുടിച്ചാൽ നമുക്കായാലും മടുത്തു പോകുമല്ലോ. അപ്പം ഞാൻ ഇന്ന് മുന്തിരി ജ്യൂസാണ് അടിക്കാൻ വേണ്ടി പോണത്. അതിൽ കുറച്ചൊക്കെ തരികൾ നമുക്ക് തരിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അത് തൊലി മുഴുവനായിട്ട് അങ്ങോട്ട് അടിയില്ല. എന്നാലും ബാക്കി എല്ലാ കാര്യങ്ങളും അടിച്ച് സെറ്റായിട്ട് വന്നിട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് സുഖമാണ് കേട്ടോ. അരിപ്പല്ലാത്ത കാരണം കൊണ്ട് അരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും അങ്ങനെ കുറേ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കേണ്ട എന്നുള്ളത് വേറൊരു കാര്യമാണ്. അടിക്കുക, അപ്പം തന്നെ എടുത്ത് കുടിക്കുക. അപ്പം നമുക്ക് നന്നായിട്ട് എന്താ പറയുക, നമ്മളെ ടൈം ലാഭിക്കാനും പിന്നെ കഴുകാനും മടിയുള്ള ആൾക്കാർക്ക് ഇതല്ലേ കുറച്ചും കൂടി സുഖം. പിന്നെ ഇത് വാഷ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചു കൊടുക്കാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം എന്തെങ്കിലും ലിക്വിഡ്, സോപ്പ് ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഈ മെഷീൻ ഒന്ന് ഓണാക്കി കൊടുത്താൽ അത് തന്നെ കറങ്ങി വരുന്ന കാരണം കൊണ്ട് നല്ല സ്പീഡിൽ കറങ്ങുകയും ചെയ്യും, വൃത്തിയാവുകയും ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ വെള്ളം കളഞ്ഞ് തുടച്ച് ഇതേപോലെ എടുത്ത് വെച്ചാൽ നമുക്ക് നല്ല സേഫായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇത് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ആ കാര്യം മറക്കണം. ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ കാര്യത്തിലോട്ട് കിടക്കണം കേട്ടോ. അതായത് അത്യാവശ്യത്തിലേറെ ഉറക്കം വരുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് ചെയ്ത് കൂട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നാളെ സെറ്റ് സാരി എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സെറ്റ് സാരി ഇസ്തിരി ഇട്ട് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നാളെ എടുക്കലുണ്ടാവില്ല. 4 മണിക്ക് നീറ്റാലും പോരില്ല, 3 മണിക്ക് നീറ്റാൻ നിൽക്കണില്ല. അപ്പോൾ ആ ഉറക്കം ഞാനിപ്പോൾ പിടിച്ചു വെച്ചിട്ട് ഇപ്പം എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. സെറ്റ് സാരി മാത്രമേ ഉണ്ടാവുള്ളൂ. ജാക്കറ്റ്, ബ്ലൗസിൻ്റെ അളവിനൊന്നും ഉണ്ടാവില്ല. എൻ്റെ അടുത്ത് ഉള്ളിലിടാൻ ടീഷർട്ട് പോലും അതിന് മാച്ച് ആയത് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് തന്നെ പോയി ജാക്കറ്റ് മേടിച്ച് കൊടുന്നു. അപ്പം ഞാൻ ജാക്കറ്റ് കാണിച്ചു തരാം. ഞാൻ അവിടുന്ന് കണ്ടതാട്ടോ. അവിടുത്തെ വെളിച്ചത്തിൽ കാണുമ്പോൾ നമുക്ക് പലതും തോന്നുമല്ലോ. അപ്പം ഞാൻ ഒരു ബനിയൻ ക്ലോത്തിൻ്റെ ഒരു ജാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റേ സാധാരണ ജാക്കറ്റ് ആകുമ്പോൾ എനിക്ക് ചിലപ്പോൾ ടൈറ്റ് ആക്കേണ്ടി വരും. പിന്നെ അവിടെ പോയി ജാക്കറ്റൊക്കെ ഒക്കെ ഉണ്ട്, സ്ലീവ്ലെസ് ജാക്കറ്റുകൾ. പിന്നെ അതായിട്ട് എനിക്ക് വലിയ മെച്ചമല്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനത്തെ ബനിയൻ്റെ ഒരു ഇത് മേടിച്ചു,
ബ്ലൗസ് മേടിച്ചു. അപ്പോൾ ഇതാണ് ബ്ലൗസ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ സെറ്റ് സാരിക്ക് നല്ല അടിപൊളിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അടിപൊളിയാവട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് ബനിയൻ ക്ലോത്ത് ആയതാണ് വലിയ കിട്ടും, നല്ല വലിച്ചിലുണ്ട്. ഞാൻ ഫസ്റ്റ് ഇത് കണ്ട പിന്നെ അളവിലല്ലേ വിചാരിച്ചു, പക്ഷെ ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ പിന്നെ കറക്റ്റിൻ്റെ അളവിലായിരുന്നു. അപ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത്. പിന്നെ സാരി എടുക്കാൻ അറിയില്ല ഗൈസ്, ഇവിടെ ആരും ഇല്ലെങ്കിൽ സഹായത്തിന് എടുക്കാൻ. എല്ലാവരും ഡ്യൂട്ടിക്ക് പോയിക്കുക, ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് സെറ്റാക്കണം. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാട്ടട്ടെ ഗൈസ്, എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടാവുക. കാരണം അങ്ങനെയൊക്കെ എന്തെന്ന് ഞാൻ പറയാം, ഞാൻ നോക്കട്ടെ. പേടിയാവും എനിക്ക് സാരി കിട്ടാൻ ആദ്യമായിട്ടൊക്കെ ഒരാൾ പേടിക്കുക. ഞാൻ എന്തായാലും പോയിട്ട് സാരി റെഡിയാക്കാൻ നോക്കട്ടെ ഗൈസ്. കമോൺ, നമുക്ക് എല്ലാവർക്കും ഒപ്പം പോയി റെഡിയാക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് സാരി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു കസേരൻ്റെ ആവശ്യമുണ്ട്. കസേര വെച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ സെറ്റ് സാരിൻ്റെ എന്ത് വരുന്നത്, ഇവിടേക്കുള്ള ഭാഗം വരുന്നത്. അതിനെന്താ പറയുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമുക്കത് ആദ്യം സെറ്റാക്കാം. അതിൻ്റെ ഏകദേശം ഒരു ലെങ്ത്തിൽ ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ പ്ലീറ്റ് എടുക്കാനാണ് അറിയാത്തത്. ഏറ്റവും അറിയാത്തൊരു സാധനം പ്ലീറ്റ് എടുക്കലാണ്, വേറെ കാര്യം. അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് സമയം ഞാൻ ചിലവഴിക്കേണ്ടി വരും. അത്യാവശ്യം പ്ലീറ്റ് എടുത്തിട്ട് കാണാം ഗൈസ്, അല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും ഗൈസ്. നമ്മൾ പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിഞ്ഞത് ഇവിടെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. ഇവിടെ നമുക്കിങ്ങനെ കുത്തി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ സൂപ്പർ. ഇത് മിക്കവാറും പൊളിക്കുക, എനിക്ക് അങ്ങനെ തോന്നുന്നു. അത്യാവശ്യം നേരം പിടിക്കും ഗൈസ്, ഞാൻ എടുക്കട്ടിട്ട് വരാം ഗൈസ്. അങ്ങനെ എൻ്റെ ഇവിടുത്തെ ഫ്ലീറ്റ് എടുത്തു ഗൈസ്. ഇതെങ്ങനെയൊക്കെയോ ഞാനിങ്ങോട്ട് സെറ്റാക്കി. ഈ ഭാഗം നിസ്തീർണം കണ്ടോ, ഞാൻ ഈ ഫ്ലീറ്റ് എങ്ങനെയൊക്കെയോ ചത്തു മരിച്ച് പണിയെടുത്തിട്ടുണ്ടാക്കി ഗൈസ്. ഇനി ഇത് സ്ഥിരണം. ഞാൻ അടിയത്തെ ഫ്ലീറ്റും കൂടി എടുക്കാണ്ട്, അതും കൂടി എടുക്കട്ടെ. അമ്മേ, ഇത്രത്തോളം ഫ്ലീറ്റ് എടുക്കാണ്ട് എനിക്ക് സൂപ്പർ. എന്തെങ്കിലുമൊക്കെ ആട്ടട്ടെ ഗൈസ്. അങ്ങനെ ഇവിടുത്തെ ഒരു പ്ലീറ്റ് ഞാൻ ഏകദേശം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് പിന്നെ കുത്തിയേക്കാം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്ത് വെച്ച പിന്നാണ്. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മറ്റേ ആ സിനിമത്തെ ഡയലോഗില്ലേ, തുണി ഇങ്ങനെ എടുക്കുമ്പോൾ സിനിമയുടെ പേര് ഓർമ്മയില്ല, ആ അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും നിർത്തോക്കട്ടെ കേസിനെത്തി ഞാൻ വരാം. സാരി കുത്തി ഏകദേശം എങ്ങനെ അയക്കുന്നത് ഏറെക്കുറെ നന്നായിരിക്കും എന്നൊരു വിശ്വാസം. അത് പിന്നെ പാൻറ്റിൻ്റെ മേലെ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ നമുക്കിത് പോയിട്ട് ഇസ്തിരിടാം. അപ്പോൾ കുറച്ചും കൂടി നന്നാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കമാൺ ഗൈസ്. സോ ഗൈസ്, ഇനി നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇസ്തിരിടാൻ വേണ്ടി പോവുകയാണ്. ഇതെങ്ങനെയൊക്കെ വരും എനിക്കൊരു പിടുത്തമല്ല. ഞാൻ നോക്കി നോക്കട്ടെ കേട്ടോ. സത്യം എനിക്കൊരു പിടുത്തം കിട്ടിയില്ല എങ്ങനെ ഇസ്തിരിടുന്നുണ്ട് എന്നുള്ളത്. ആകെ കൊയങ്ങി മറിഞ്ഞിട്ടൊക്കെ എടുക്കണത്. ഈ ഭാഗം ജസ്റ്റ് ഒന്ന് പതിഞ്ഞ് കിടക്കാൻ പാകത്തിന് നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം ഗൈസ്. അങ്ങനെ ഏകദേശം ഏകദേശമല്ല നമ്മളെ സാരി ഉടുക്കൽ സാരി ഇസ്തിരിടൽ അങ്ങനെ കഴിഞ്ഞ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നാളെ നോക്കണം എന്താവും ഏതാവും എന്നുള്ളത്. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ എങ്ങനെ എടുക്കും എന്നുള്ളത്. 4 മണിക്ക് നീറ്റാൽ മതിയോ എന്നാണ് ഇപ്പോൾ ഒരു ഡൗട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു സൈസാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കമ്മൽ, ജാക്കറ്റ് മാതിരി കാര്യങ്ങളൊക്കെ സെറ്റാണ്. ജാക്കറ്റ്, ബ്ലൗസ്, ഞാൻ എപ്പോഴും ജാക്കറ്റ് എന്നാണ് പറയുന്നത്. ബ്ലൗസ് ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഞാൻ അതിനനുസരിച്ച് കമ്മൽ മേടിക്കണം. ഞാൻ ആകെ വേർത്ത് ഗൈസ്. കമ്മൽ മേടിക്കല്ല, തപ്പി കണ്ടെത്തിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഞാനൊന്ന് പോയി തപ്പി നോക്കട്ടെ ഗൈസ് കമ്മൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഏറെക്കുറെ തപ്പി നോക്കിയപ്പോൾ എനിക്ക് അളകൻ്റെ കയ്യിൽ നിന്ന് ഒരു കമ്മൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഏറെക്കുറെ അല്ല, സെറ്റ് സാരിക്ക് നല്ല ഭംഗിയുള്ള കമ്മലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ജാക്കറ്റ് ഇട്ടിട്ട് ഈ ജാക്കറ്റ് ഇപ്പോൾ കാണാൻ ഭയങ്കര ചൂടുക്കുന്നുണ്ട് വേറെ കാര്യം. അപ്പോൾ നമുക്ക് നാളെ രാവിലെ 4 മണിക്ക് നീക്കണം, പോകണം, കാര്യങ്ങൾ ചെയ്യണം. ഈ സെറ്റ് സാരി ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു പിടുത്തമില്ല, ഒന്നുമില്ല. സേഫ്റ്റി പിന്നും കാര്യങ്ങളൊക്കെ കുറേ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ പേടിയില്ല. പിന്നെ ഇടയ്ക്കൂടെ ഇതായിച്ചിട്ട് കേസ് ഇവിടെ ഭയങ്കര ചൂട് പോരാത്തതിന് ഇസ്തിരി ഇട്ടിട്ട് ഞാൻ ടെൻഷൻ അടിച്ച് പണിയെടുക്കല്ലേ. അപ്പോൾ ഞാൻ കൂടുതൽ വരക്കാം. ഇവിടെ ഫ്രിഡ്ജുള്ള കാരണം കൂടി തണുത്ത വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം. അതാണ് പിന്നുള്ള ഒരു സ്വസ്ഥത, സമാധാനം എന്ന് പറയണത്. സോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങളുടെ റൂമിൻ്റെ അവസ്ഥ നോക്കൂ. ഞാനിവിടെ ഇട്ടൊക്കെ എടുക്കുന്നുണ്ടാവുക. എൻ്റെ ഒരു ഭാഗ്യം ഇതാണ്. ബാക്കി ഇവിടെ 2-3 ആൾക്കാർ പോവാൻ വേണ്ടി നിന്ന് ഇതിൻ്റെ ചാർജർ ബെഡ്ഷീറ്റാണ് കേട്ടോ, എടുത്ത് മാറ്റിയിടും. ബാക്കി പോവാനൊക്കെയുള്ള സെറ്റപ്പ് ചെയ്തിട്ടും അങ്ങനെയായിട്ട് ഇത് ബാച്ചുലേഴ്സിൻ്റെ റൂം ഇങ്ങനെ ഉണ്ടാവുക കണ്ടോ. ഞങ്ങൾ അടിയിൽ കിടക്കും, ചില ആൾക്കാർ മേലെ കിടക്കും. നേരെ ബാത്റൂമാണ്. ഞങ്ങൾ വിശദീപ്പെട്ടതല്ല, കാരണം അവിടെ ചെറിയൊരു ഇട കൊടുത്തിട്ട് ബാത്റൂമൊക്കെ പോകാനും വരാനും വേണ്ടിയിട്ട്. അങ്ങനെ കട്ടുമ്പോൾ കയറും, ഇങ്ങനെ ഇറങ്ങും, അങ്ങനെ പരിപാടി. കാരണം അവിടെ AC ഈ റൂമിൽ മാത്രമേ ഉള്ളൂ. അത് കാരണം കൊണ്ടാണ് എല്ലാവരും ഈ റൂമിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ മുക്കിൽ എൻ്റെ സ്ഥലം സെറ്റാക്കിയിട്ട് ഞാൻ കിടക്കട്ടെ ഗൈസ്. സോ ഗൈസ്, ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ സെറ്റ് സാരി ചുറ്റിയിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്യേണ്ടത്. സെറ്റ് സാരി ചുറ്റിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും രാവിലെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്താ എനിക്കൊരു പിടുത്തതാണ്. ഞാൻ ഷോർട്സ് എടുത്ത് കാണിച്ചു തരേണ്ടതെന്ന് പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും തൽക്കാലം ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റ, ബൈ ബൈ, സീ യു.